നമുക്കേവർക്കും അറിയാം, കാലങ്ങളായി മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന ഹാച്ച് ബാക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു മോഡലാണെന്ന്. ഇവനെ ജനങ്ങൾ നെഞ്ചിലേറ്റാൻ തന്നെ കാരണം അസാധ്യമായ സ്പോർട്ടി ഡിസൈൻ, പെപ്പി പെർഫോമൻസ്, വിശ്വാസ്യത ഇതൊക്കെ കൊണ്ടാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. അങ്ങനെ മൊത്തത്തിൽ അടിമുടി മാറി 4ാം തലമുറ പതിപ്പ് വന്നിരിക്കുകയാണ്. ഇതുമൂലം ടോട്ടലി കസ്റ്റമർ എക്സ്പീരിയൻസ് കൂടുതൽ മെച്ചപ്പെടുത്തും. പുതിയ തലമുറ സ്വിഫ്റ്റിന്റെ ടെസ്റ്റ് മോഡലുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി തവണ റോഡ് ടെസ്റ്റുകൾ നടത്തുന്നതായി കണ്ടെത്തിയിരുന്നു. കർവ്ഡ് എയറോഡൈനാമിക് പ്രൊഫൈൽ ഉള്ളതിനാൽ സ്വിഫ്റ്റ് എല്ലാ തരത്തിലും ഒരു ഡൈനാമിക് മെഷീനാണ്. പുതുക്കിയ ഡിസൈൻ എയർ റെസിസ്റ്റൻസ് ഏകദേശം 4.6% കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല എയറോഡൈനാമിക്സും കുറഞ്ഞ നോയ്സ് വൈബ്രേഷനും വന്നിട്ടുണ്ട്. ഈ ഹാച്ച് ബാക്കിന് 3ാം തലമുറ മോഡലിനേക്കാൾ 90 കിലോ കൂടുതൽ ഭാരം വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റുകൾ എല്ലാം തന്നെ മെച്ചപ്പെട്ട ക്രൂയിസിംഗ് കഴിവുകൾ ഹാച്ച് ബാക്കിൽ കൊണ്ടുവരുന്നു. സ്വിഫ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് ദ്വാരക എക്സ്പ്രസ് വേയിൽ ഉയർന്ന വേഗതയിൽ കണ്ടെത്തി. ദൈനംദിന യാത്രകൾക്കായാലും ഇന്റർസിറ്റി യാത്രകൾക്കായാലും മികച്ച പെർഫോമൻസ് നൽകുന്ന ഒരു പുതിയ മെഷീനായി പുതിയ സ്വിഫ്റ്റ് തുടരും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, പുതിയ ഇസഡ് സീരീസ് 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനൊപ്പം മൈലേജ് ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉപഭോക്താക്കൾക്ക് ഇന്ധനച്ചെലവ് ലാഭിക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഈ എഞ്ചിൻ മൈൽഡ് ഹൈബ്രിഡ് സജ്ജീകരണത്തോടെയാണ് കമ്പനി നൽകുന്നത്. എഞ്ചിൻ പരമാവധി 83 PS മാക്സ് പവറും 108 Nm പീക്ക് ടോർക്കും നൽകുന്നു. നിലവിലുള്ള കെ സീരീസ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT പെട്രോൾ എഞ്ചിൻ 83.73 PS പവറും 113 Nm ടോർക്കും നൽകുന്നുണ്ട്. ഇപ്പോഴുള്ള മാനുവൽ ട്രാൻസ്മിഷനിൽ ലിറ്ററിന് 22.38 കിലോമീറ്ററും AGS ഓട്ടോമാറ്റിക് യൂണിറ്റിനൊപ്പം ലിറ്ററിന് 22.56 കിലോമീറ്ററും നൽകുന്നു. CNG മാനുവൽ വേരിയന്റിലുള്ള മൈലേജ് കിലോഗ്രാമിന് 30.90 കിലോമീറ്റർ ആണ്. പുതിയ ഗ്രില്ല്, പുനരൂപകൽപ്പന ചെയ്ത ഹെഡ്ലാമ്പുകൾ, DRLകൾ, സ്ലീക്ക് ബമ്പർ, പോളിഗൺ ഫോഗ് ലാമ്പുകൾ എന്നിവയ്ക്കൊപ്പം പുതുക്കിയ ഫ്രണ്ട് ഫാസിയുമായിട്ടാണ് വരുന്നത്. ഇന്റർനാഷണൽ മോഡലുകൾക്ക് അഡാസ് എന്ന ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഫ്രണ്ട് ഗ്രില്ലിന്റെ മുകൾ ഭാഗത്ത് റഡാർ മൊഡ്യൂൾ ഇൻസ്റ്റാളേഷൻ ആവശ്യമാണ്. ഇതുമൂലം സുസുക്കിയുടെ ലോഗോ ബോണറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടെസ്റ്റ് മോഡൽ പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നതിനാൽ ഇത് കോൺഫിഗറേഷൻ ഇന്ത്യ സ്പെക്ക് മോഡലും നൽകുമോ എന്ന് ഉറപ്പൊന്നും ഇല്ല. സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ C-പില്ലർ മൗണ്ടഡ് യൂണിറ്റുകൾക്ക് പകരം സ്റ്റാൻഡേർഡ് റിയർ ഡോർ ഹാൻഡിലുകളാണ് ഉള്ളത്. സ്പോർട്ടി അലോയ് വീലുകളുടെ ഒരു പുതിയ സെറ്റും ഇതിൽ കാണാം. പിൻഭാഗത്ത് പുതിയ സ്വിഫ്റ്റിന് വിചിത്രമായ C ആകൃതിയിലുള്ള ടെയിൽ ലാമ്പുകൾ ലഭിക്കുന്നുണ്ട്. അകത്തേക്ക് വരികയാണെങ്കിൽ ഡാഷ്ബോർഡ്, AC വെന്റുകൾ, ക്ലൈമറ്റ് കൺട്രോൾ, സെൻട്രൽ കൺസോൾ ഇതിലെല്ലാം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ 9 ഇഞ്ച് ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ലഭിക്കുന്നു. എന്നാൽ വിദേശി മോഡലുകൾക്ക് വെന്റിലേറ്റർ സീറ്റുകൾ, AWD അതായത് ഓൾ വീൽ ഡ്രൈവ് തുടങ്ങിയ സവിശേഷതകളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇവ കമ്പനി നൽകണമെന്നില്ല. എന്തായാലും ഈ മാസം അവസാനത്തോടെ പ്രൊഡക്ഷൻ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാരുതിയുടെ ഗുജറാത്തിലെ ഹൻസൽപൂർ പ്ലാന്റിൽ നിലവിലുള്ള മോഡൽ നിർമ്മിക്കുന്ന അതേ പ്ലാറ്റ്ഫോമിലാണ് ഇതിന്റെയും നിർമ്മാണം. ഡിമാൻഡ് കൂടുതലായതിനാൽ പ്രതിമാസം 20,000 യൂണിറ്റുകൾ മാരുതി ലക്ഷ്യമിടുന്നതായി പറയപ്പെടുന്നു. വിപുലീകരിച്ച ലിസ്റ്റ് കാരണം പുതിയ സ്വിഫ്റ്റിന് വിലയിൽ കാര്യമായ വർധനവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ സ്വിഫ്റ്റ് 5,99,000 രൂപ പ്രാരംഭ വിലയാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. എന്താണ് പുതിയ സ്വിഫ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.